പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് നടക്കുന്ന തട്ടിപ്പ്, ആ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ പലയിടത്തു നിന്നും വരുന്നുണ്ട്. ഈ വടക്കാഞ്ചേരിയിലെ കൗൺസിലറായ ബുഷ്ര സംസാരിക്കുന്നു. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രജിസ്ട്രേഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാണ്. അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് CSR ഫണ്ട് തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയ സംഭവത്തിൽ പുതിയ പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ വടക്കാഞ്ചേരിയിലെ കൗൺസിലറായ ബുഷ്രയ്ക്കെതിരെയും ആരോപണങ്ങൾ. അവിടെ ബുഷ്രയൊക്കെ ഉണ്ടാക്കിയ സീഡ് എന്ന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് അത്തരം പരാതികൾ വരുന്നത്. ഈ തട്ടിപ്പിലൂടെ കോടികൾ തട്ടിയ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്ന് കോടതിയിൽ അതിനായി അപേക്ഷ നൽകും. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കും. തൃശൂർ വടക്കാഞ്ചേരിയിലും ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 48 പേർക്കാണ് വടക്കാഞ്ചേരിയിൽ പണം നഷ്ടമായി എന്ന് പ്രാഥമികമായ വിവരം. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും, തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാവും. 48 പേരാണ് ഇപ്പോൾ പോലീസിൽ പരാതിയുമായി എത്തിയിട്ടുള്ളത്. ഇതിനിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പേരുയർന്നു കേട്ട BJP നേതാവ് AN രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ തട്ടിപ്പ് അത്ര ചെറിയ വ്യാപ്തിയിലല്ല നടന്നിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ പരാതി വരുന്നുണ്ട്. ഇപ്പോൾ 48 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ നമ്പറാണ്. പറവൂരിൽ 1000, കണ്ണൂരിൽ 2000. ഇനി വരും ദിവസങ്ങളിൽ എത്ര വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത്ര വ്യാപകമായ ഒരു തട്ടിപ്പ് നടന്നിട്ടും പോലീസ് അത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അറിയുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ, എന്തായാലും അനന്തകൃഷ്ണനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ഹർജി ഈ ഒരു അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ വിശദമായി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഇതിനോടകം തന്നെ അനന്തകൃഷ്ണന്റെ ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 8 കോടിയോളം രൂപ വരുന്ന അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിട്ടുണ്ട്. കാറുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട്, ചില സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഈ പാവപ്പെട്ട സ്ത്രീകളെ, ജനങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കിയതാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടം എന്നോണം ഇതെല്ലാം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇനി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഈ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു പ്രതിസ്ഥാനത്ത്, അല്ലെങ്കിൽ എല്ലാവരും ഒരു കുഴപ്പത്തിലാകുന്ന ഒരു കേസ് കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം BJPയുടേതല്ല, CPMന്റേതല്ല, കോൺഗ്രസിന്റേതായിട്ടുള്ള MLA മാര് അല്ലെങ്കിൽ MP മാരായിക്കോട്ടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ അനന്തകൃഷ്ണനോടൊപ്പം നിന്ന് ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ എല്ലാം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ, അവർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പണം കൈപ്പറ്റുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് EDയും ഇതിലൊരു അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ED അന്വേഷണം കൂടി ഇതിലേക്കൊരു പ്രാഥമിക ഘട്ടമെന്നോണം ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തും. അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കായിരിക്കില്ല, ഒപ്പം മറ്റാരൊക്കെയുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്, അല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തികളുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. തൃശ്ശൂരിലും വടക്കാഞ്ചേരിയിലും ഇപ്പോൾ പരാതി കിട്ടിയിട്ടുണ്ട്. 3 പരാതികളാണ് കിട്ടിയിട്ടുള്ളത്. 48 പേർക്കാണ് വടക്കാഞ്ചേരിയിൽ നിന്നും പണം നഷ്ടമായത്. പലരും പരാതി പറയാൻ പോലും മടിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘം കൂടുതൽ ആളുകളിലേക്ക് നേരിട്ടെത്തി അവരിൽ നിന്നും പരാതി എഴുതി മേടിക്കാനുള്ള ഒരു നടപടി ക്രമങ്ങളിലേക്കും കടന്നിട്ടുണ്ട്. ഒപ്പം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിനെതിരെയും പരാതിയുണ്ട്. സീഡ് സൊസൈറ്റി രൂപീകരിച്ചു, ആളുകളിൽ നിന്ന് പണം തട്ടിയെന്നൊക്കെ ഒരു പരാതിയുണ്ട്. DYFI ആണ് പരാതി നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറിൽ ഇതിലും ഒരു അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം AN രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും 11 മണിക്ക്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ളതെന്നാണ് കാണേണ്ടത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സ്ഥാപനത്തിലേക്ക് ആളുകൾ എത്തുകയും അവിടെ ഇത്തരത്തിൽ പണം തട്ടിയവർക്ക് പണം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് ചെക്കായാണ് നൽകുന്നത്. 7 ദിവസത്തിനകം
ഈ ചെക്ക് ബാങ്കിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പിന്മേലാണ് പലരും ഇന്നലെ മടങ്ങിപ്പോയത്. എന്തായാലും 7 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും എന്താണ് അവർക്ക് പൈസ കിട്ടിയോ അതോ ഇനിയും പണം കിട്ടാണ്ടവരുണ്ടോ അന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അനന്തകൃഷ്ണൻ ചെറിയൊരു മീനല്ല, അത് വലിയ ഒരു തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തിന്റെ തലവൻ തന്നെയാണ്. ഇതിൽ ആരൊക്കെയാണ് മറ്റ് അംഗങ്ങൾ എന്നുകൂടിയാണ് ഇനി കണ്ടെത്തേണ്ടത്. ശരി നവമി, ഇന്ന് എൻ രാധാകൃഷ്ണൻ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പോലീസിന് അനന്തുവിനെ കസ്റ്റഡിയിൽ കിട്ടിയാലായിരിക്കും ഒരുപക്ഷെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മനസ്സിലാവുക. എന്തായാലും ഇപ്പോൾ ഇയാളുടെ കാറുകളെല്ലാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ഇയാൾ കാറുകളൊക്കെ വാങ്ങിയത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അല്പം മുമ്പ് ഈ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് കൗൺസിലർ ആരോപണവിധേയായ ബുഷ്ര റഷീദ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ബുഷ്രയുടെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ ഇതിൽ വന്ന് പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2010 തൊട്ടിട്ട് ജനപ്രതിനിധിയാണ്. 2006 തൊട്ടിട്ട് സാമൂഹിക ഒരു പ്രവർത്തക കൂടിയാണ്. 2010 ഞാൻ മത്സരിച്ചത്. അന്ന് മുതൽ പരിചയമുള്ളതാണ് കുടുംബശ്രീയുടെ RP ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ത്രേസ്യ എന്ന് പറയും. അവരുമായിട്ട് പരിചയമുണ്ട്. പല പ്രൊജക്റ്റുകളും കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളെ കുറിച്ച് എന്നെ അറിയിക്കാറുണ്ട്. ഞാനത് താഴെ തട്ടിൽ സ്ത്രീകളോട് പറയാറുണ്ട്. അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അവർ മേടിച്ചെടുക്കാറുണ്ട്. ആ ഒരാൾ തന്നെയാണ് ഒരു 10 മാസം മുന്നേ എന്നെ ഇതേപോലെ എന്നോട് സീഡ് സൊസൈറ്റികൾ മുഖേന 50% സബ്സിഡിയിൽ സ്ത്രീകൾക്ക് ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ 2 വീലർ, മൊബൈൽ ഫോണ്, അവരുടെ മക്കൾക്ക് ലാപ്ടോപ്പും ലഭിക്കുമെന്നുള്ളത് എന്നെ അറിയിക്കുകയാണ് കേട്ടത്. അത് പ്രകാരം സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എടുക്കുകയും അവരെ ഒരു ബോർഡ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ തൊട്ടുള്ള ഓഫീസിലാണ് ഇതിൻ്റെ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഈ സീഡ് സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ആ നിയമത്തിനുള്ളിൽ അനുശാസിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കിക്കൊണ്ട് ഈ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു. അതിൻ്റെ ബൈലോ പ്രകാരം ഞങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോ എത്ര കാലമായി നിങ്ങളിവിടെ പ്രവർത്തിച്ചു? 9 മാസമായിട്ടുള്ള. അതിനിടയ്ക്ക് ആർക്കെങ്കിലും ഇത് പണം കൊടുത്തവർക്ക് അതിന്റെ സാധനങ്ങൾ കിട്ടിയോ? ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, മൊബൈൽ ഫോണ് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഒറ്റയടിക്ക് ഒരു 5-6 പ്രൊജക്റ്റുകൾ ഒരുമിച്ച് വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം 2 വീലറിൻ്റെ വാങ്ങിയവർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 പ്രൊജക്റ്റും കൂടി, അതായത് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് 2ാം ഘട്ടം വന്നു, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് വീണ്ടും 2ാം ഘട്ടം ഇട്ടു, പിന്നെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അതുകൂടാതെ വീടിൻ്റെ മെയിൻ്റനൻസിനായിട്ട്, അതായത് ഡ്രസ്സ് മേയാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് റിപ്പയർ ചെയ്യുന്നതിനായിട്ട് 50,000 രൂപ വെച്ചിട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. വടക്കാഞ്ചേരി ക്ലസ്റ്റർ അതൊന്നും എടുത്തില്ല. നേരെ മറിച്ച് 2 വീലറിൻ്റെ അടച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒറ്റയടിക്ക് പ്രൊജക്റ്റ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ഒരു പ്രൊജക്റ്റും ഏറ്റെടുത്തിട്ടില്ല. എൻ്റെ ക്ലസ്റ്ററിൽ ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല. ആരോ എവിടുന്ന് പറഞ്ഞിട്ട് ഒരാൾ ഹോം അപ്ലയൻസിന് വേണ്ടിയിട്ട് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ക്ലസ്റ്ററിന് ആകെ 7 പേര്, വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് 7 പേരാണ് സ്കൂട്ടിക്ക് പൈസ അടച്ചിട്ടുള്ളത്. പക്ഷേ സീഡിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളായിട്ട് എണ്ണം എടുക്കുമ്പോൾ 48 പേരുടെ പൈസ അവരെ നേരിട്ടിട്ടുള്ള അക്കൗണ്ടിലേക്ക് അവരെ സർക്കുലർ പ്രകാരം വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ആ സർക്കുലറിലെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുത്ത ആളുകളുണ്ട്. അതിൽ ഞാനും ഇരയാണ്. എനിക്ക് ഒരു സ്കൂട്ടറിന് വേണ്ടിയിട്ട് ഞാൻ പൈസ അടച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. 60,000 രൂപ ഞാൻ അടച്ചതിൻ്റെ റെസിപ്റ്റാണിത്. 60,000 രൂപ അടച്ചിട്ടുണ്ട്. അവരുമായിട്ട് എഗ്രിമെൻറ്റും വെച്ചിട്ടുണ്ട്. എഗ്രിമെൻറ്റ് വെച്ചിട്ട് 90 ദിവസം വർക്കിംഗ് ഡേക്ക് ശേഷമാണ് ഈ നമുക്ക് വണ്ടി കിട്ടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടാന്ന്. ഇതാണ് എഗ്രിമെന്റ് വെച്ച പേപ്പർ. കോണ്ടാക്ട് ചെയ്തു. അവരെ ഫോണൊക്കെ പോലീസ് മേടിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ DPM പറഞ്ഞത്, ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇപ്പം ഉണ്ടായിട്ടില്ല.
ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തന്നിരുന്നത് ഇതിന്റെ ഓഫീസർമാരാണ്, എറണാകുളത്തെ ഓഫീസിലത്തെ ആളുകളാണ് ഞങ്ങൾക്ക് സർക്കുലറൊക്കെ ഇട്ട് തന്നിരുന്നത്. ഫോണിലൂടെയാണ്, നേരിട്ടിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞാനടക്കം 48 പേരെയാണ് വടക്കാഞ്ചേരി സീഡിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത്. വടക്കാഞ്ചേരി മേഖല എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി പ്രദേശത്തു നിന്ന് ആകെ 7 വണ്ടിയുടെ പൈസയാണ് അടച്ചിട്ടുള്ളത് ഈ വടക്കാഞ്ചേരി ഏരിയക്കുള്ളിൽ. പക്ഷെ വടക്കാഞ്ചേരി ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഏരിയയിൽ നിന്നാണ് മൊത്തം 48 വണ്ടിയുടെ പോയത്. കോൺഗ്രസ് കൗൺസിലറായ ബുഷ്ര റഷീദാണ് സംസാരിച്ചത്. പക്ഷേ ബുഷ്ര ഉൾപ്പെടെ ആ തട്ടിപ്പിനിരയായി എന്ന് പറയുമ്പോൾ പോലും ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. അവർ ബുഷ്രയ്ക്കെതിരെ വലിയ ആരോപണങ്ങളുമായാണ് രംഗത്തെത്തുന്നത്. 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള അനന്തകൃഷ്ണൻ്റെ വടക്കാഞ്ചേരി ശാഖയിലെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഡയറക്ടർമാർ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളുമാണ്. അപ്പോൾ ആളുകൾക്ക് 50% സബ്സിഡിയിൽ നിർധനരായിട്ടുള്ള വനിതകൾക്ക് ഡിജിറ്റൽ ഡിവൈസുകളും സ്കൂട്ടർ ഉൾപ്പെടെ 50% സബ്സിഡിയിൽ നൽകുമെന്ന് പറഞ്ഞ് വടക്കാഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി പണപ്പിരിവ് നടത്തുകയാണ്. അങ്ങനെ പണപ്പിരിവ് നടത്തി ആളുകളെ പറ്റിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിൽ തൃശൂരിലും ഇപ്പോൾ പരാതികൾ വരുന്നു. തൃശൂരിലും കേസെടുത്തിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. പണം നഷ്ടപ്പെട്ട 7 സ്ത്രീകളാണ് ഇവിടെ പോലീസിൽ പരാതി നൽകിയത്. 4 പേർക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തും 3 പേർക്ക് ഗൃഹോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തുമാണ് പണം തട്ടിയെടുത്തത്.